ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിടിലൻ ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ കറി റെഡിയാക്കാം. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചെമ്മീൻ കറിയേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ അരപ്പെല്ലാം ചേർത്താണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 kg പ്രോൺസ് എടുത്തിട്ട് നന്നായി തന്നെ ക്ലീൻ ചെയ്ത ശേഷം വാഷ് ചെയ്ത് വെച്ചതാണ്. ഇതിലോട്ട് ഇനി 2 ചുവന്നുള്ളിയും 3 പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചെമ്മീൻ കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഇനി വേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് ബോയിലായി വരുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് പുളി പിഴിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ചെമ്മീനെല്ലാം ഒന്നുകൂടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാവും. ചെമ്മീനെല്ലാം കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലോട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. ഇതിനായിട്ട് 3/4 കപ്പോളം തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാം. ഇനി ഇതിലോട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പിലോട്ട് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ചെമ്മീനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് ഞാനിനി ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തേങ്ങ അരയ്ക്കുമ്പോൾ തക്കാളിയും കൂടി ചേർത്ത് മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റും തിക്നെസ്സുമാണ് കറിക്ക് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. എല്ലാം കൂടെ നന്നായി തന്നെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ചെമ്മീനെല്ലാം നന്നായി തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇതേ മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്തിട്ട് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോഴേക്കും അരപ്പെല്ലാം ചെമ്മീനിൽ നന്നായി തന്നെ പിടിച്ചു വന്നിട്ടുണ്ടാവും. അരപ്പെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇപ്പോൾ കറി നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും കറിയെല്ലാം നന്നായി തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കൂടെ ആകുമ്പോഴേക്കും കറിയെല്ലാം ഒന്നുകൂടെ ഒന്ന് വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിലോട്ട് 6 ചുവന്നുള്ളി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചൂടായി വരുന്ന സമയത്ത് തന്നെ അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പം എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് മീൻ കറി റെഡിയാക്കാറ്. ഈ രീതിയിൽ മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്സിനെല്ലാം അറിയിക്കാനും മറക്കരുത്. താങ്ക്